ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ EVSൻ്റെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചെറിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, STD3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ചോദ്യപേപ്പറുകളെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1, വാട്ടർ ദ എലിക്സർ ഓഫ് ലൈഫ്. ഇത് നമുക്ക് വാട്ടർ ആൻഡ് സോയിൽ എന്നുള്ള ചാപ്റ്റർ പഠിച്ചില്ലേ, അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. നമുക്ക് അവിടെ മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തേത്. ക്വസ്റ്റ്യൻ എ, ഇൻ ദ പിക്ചർ അപ്പു ആൻഡ് അമ്മു ആർ ഗോയിങ് ടു സ്കൂൾ. അപ്പുവും അമ്മുവും സ്കൂളിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ ദേ സോ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ. അവർ പോകുന്ന വഴിയിൽ അവർ വ്യത്യസ്ത വാട്ടർ സോഴ്സസ് കണ്ടു. നമ്മൾ വാട്ടർ സോഴ്സസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ മക്കളെ. നമുക്ക് വെള്ളം ലഭിക്കുന്ന സോഴ്സസ് ആണ് എന്ത്, വാട്ടർ സോഴ്സസ്. ലിസ്റ്റ് ഔട്ട് ദ സോഴ്സസ് ഓഫ് വാട്ടർ ഇൻ ദ പിക്ചർ. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള വാട്ടർ സോഴ്സസിൻ്റെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, അവിടെ അവരുടെ മുന്നിലൂടെ ആയിട്ടൊരു റിവർ ഉണ്ടല്ലേ, റിവർ ഒഴുകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിവർ എഴുതാം. പിന്നെ അതുപോലെ അവിടെ ഡക്കൊക്കെ നീന്തുന്ന ഒരു പോണ്ട് കണ്ടോ, പോണ്ട് എഴുതാം. പിന്നെ അതുപോലെ ആ വീടിന് മുന്നിലായിട്ടൊരു വെല്ലുണ്ട്, കിണറുണ്ട് അല്ലേ. അപ്പോൾ ഈ 3 വാട്ടർ സോഴ്സസ് നിങ്ങൾക്ക് എഴുതാം. ഇതിലെ ക്വസ്റ്റ്യൻ ബി, വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ഓർഗാനിസംസ് ഇൻ നേച്ചർ. പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും എന്ത് വേണം, വാട്ടർ വേണം അല്ലേ. വാട്ട് ആർ ദ യൂസസ് ഓഫ് വാട്ടർ, റൈറ്റ് ദം ഡൗൺ. വെള്ളം കൊണ്ടുള്ള യൂസസ്, ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വെള്ളം കൊണ്ട് നമുക്ക് ഒരുപാട് യൂസസ് ഉണ്ട്. അതിൽ കുറച്ച് ഞാനിവിടെ എഴുതുന്നുണ്ട്. ഫോർ ബാത്തിങ്, നമുക്ക് കുളിക്കാനായിട്ട് വെള്ളം വേണം. ഫോർ ക്ലീനിങ് ഫ്ലോർ, നിലം തുടയ്ക്കാൻ വെള്ളം വേണം. ഫോർ വാഷിംഗ് ക്ലോത്ത്, വസ്ത്രങ്ങൾ അലക്കാൻ വെള്ളം വേണം. ഫോർ ഡ്രിങ്കിങ്, കുടിക്കാനായിട്ട് വെള്ളം വേണം. ഫോർ വാഷിംഗ് പ്ലേറ്റ്സ്, പാത്രങ്ങൾ കഴുകാൻ വെള്ളം വേണം. ഫോർ വാഷിംഗ് വെഹിക്കിൾസ്, വാഹനങ്ങൾ കഴുകാൻ വെള്ളം വേണം അല്ലേ. ആക്ടിവിറ്റി 2 നോക്കിക്കേ മക്കളെ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. വൃത്തിയും ആരോഗ്യവും കേട്ടോ. അമ്മു ആൻഡ് അച്ചു വെൻറ്റ് ഓൺ എ ടൂർ. അമ്മുവും അച്ചുവും കൂടെ ഒരു ടൂർ പോവുകയായിരുന്നു. ഓൺ ദ വേ ദേ സോ എ ഹോട്ടൽ. വഴിക്ക് വെച്ച് അവരൊരു ഹോട്ടൽ കണ്ടു. എ സീൻ ഫ്രം ദ കിച്ചൺ ഓഫ് ദ ഹോട്ടൽ ഈസ് ഗിവൺ ബിലോ. ആ ഹോട്ടലിൽ അവർ കണ്ടിട്ടുള്ള അടുക്കളയുടെ ചിത്രം നമുക്ക് താഴെ തന്നിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ട്. അടുക്കളയിൽ പൂച്ചയുണ്ട്, എലികളുണ്ട്, അതുപോലെ ഒരു മുത്തശ്ശിയുടെ മാവ് കുഴയ്ക്കുന്നുണ്ട്. തറയിലിട്ടാണല്ലേ മാവ് കുഴയ്ക്കുന്നത്. അതിൽ തന്നെ ഈച്ചകളും കൊതുകും എല്ലാം ആർക്കുന്നുണ്ടല്ലേ. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ എ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഹാവിങ് ഫുഡ് ഫ്രം സച്ച് എ ഹോട്ടൽ. ഇതുപോലെയുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈറ്റിംഗ് ഫ്രം സച്ച് എ ഹോട്ടൽ ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. ഇങ്ങനെയുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നന്നല്ല. ബിക്കോസ് ദിസ് ഹോട്ടൽ ഈസ് വെരി ഡേർട്ടി. കാരണം എന്താ, ഈ ഹോട്ടൽ ഭയങ്കര ഡേർട്ടിയാണ്, വൃത്തികേടായാണ് കിടക്കുന്നത്. വി ക്യാൻ സീ എ ക്യാറ്റ് ആൻഡ് എ റാറ്റ് ഇൻ ദ കിച്ചൺ. ഒരു പൂച്ചയെയും എലിയെയും ഒക്കെ നമുക്ക് ആ കിച്ചണിൽ, അടുക്കളയിൽ കാണാം. ദ ഡോ ഈസ് നോയിഡഡ് ഓൺ ദ ഫ്ലോർ. മാവ് കുഴയ്ക്കുന്നത് തറയിലിട്ടാണ്. ഫ്ലൈസ് ആൻഡ് മൊസ്കിറ്റോസ് ആർ ഫ്ലൈയിങ് ദർ. ഈച്ചകളും കൊതുകുകളും ഒക്കെ അവിടെ പാറി കളിക്കുന്നുണ്ട്. ഇഫ് വി ഈറ്റ് ഫ്രം സച്ച് എ ഹോട്ടൽ വി ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് സിക്ക്. നമ്മൾ ഇങ്ങനെയുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അസുഖങ്ങൾ വന്ന് പെടാം. ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഡിസീസസ് ആർ ലൈക്ലി ടു സ്പ്രെഡ് ഇഫ് വി ടേക്ക് ഫുഡ് ഫ്രം ദിസ് ഹോട്ടൽ. ഈ ഹോട്ടലിൽ നിന്ന് അഥവാ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെയുള്ള ഡിസീസസ്, ഏതൊക്കെ ഡിസീസസ് വരാനാണ് സാധ്യതയുള്ളത്? ഇവിടെ മൊസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ്, റാറ്റ് തുടങ്ങി അസുഖം പരത്തുന്ന ഒട്ടേറെ ജീവികളുണ്ടല്ലേ. നിങ്ങൾക്ക് ഏതെങ്കിലും 3 അസുഖങ്ങൾ എഴുതിയാൽ മതി. എങ്കിലും ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മൊസ്കിറ്റോസ് വരുത്തുന്നതും ഹൗസ് ഫ്ലൈസ് വരുത്തുന്നതും റാറ്റ് വരുത്തുന്നതായിട്ടുള്ള ഡിസീസസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആ ഡിസീസസ് ഞാൻ മുഴുവനായിട്ട് ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ, ഡിസീസസ് ഫ്രം മൊസ്കിറ്റോസ്, കൊതുകുകൾ പരത്തുന്ന ഡിസീസസ് ആണ് എന്തൊക്കെ? മലേറിയ, ഡെങ്കി ഫീവർ, ചിക്കുൻഗുനിയ. പിന്നെ ഫ്രം ഹൗസ് ഫ്ലൈസ്, ഈച്ചകളിൽ നിന്ന് പകരുന്ന അസുഖങ്ങളാണ് ടൈഫോയിഡ്, കോളറ, ലെപ്രോസി. പിന്നെ ഫ്രം റാറ്റ്, എലി വഴി പകരുന്ന രോഗങ്ങളാണ് എന്ത്? ലെപ്റ്റോസ്പൈറോസിസ് ആൻഡ് റാറ്റ് ഫീവർ. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ഒന്ന് പഠിച്ചിരിക്കണേ. ഇതിലെ ക്വസ്റ്റ്യൻ സി, പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ എൻവയൺമെൻറ്റൽ ഹൈജീൻ ടു ബി പേസ്റ്റഡ് ഓൺ ദ സ്കൂൾ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. പരിസ്ഥിതി ശുചീകരണത്തെക്കുറിച്ച് എന്താണ് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ സ്കൂളിലും പരിസരത്തുമായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ ക്വട്ടേഷൻ മാത്രമാണ് കേട്ടോ എഴുതുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് പറ്റിയ രീതിയിലുള്ള ചിത്രങ്ങളും വരച്ചു കൊടുക്കണം കേട്ടോ. ഈച്ചകൾ പാറുന്നത്, കൊതു പാറുന്നത്, അതുപോലെ എലിയെല്ലാം പെരുകി നിൽക്കുന്നത്, അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കാം. ഞാൻ എഴുതിയിട്ടുള്ള ക്വട്ടേഷൻ നോക്കൂ. എർത്ത് ഈസ് അവർ ഹോം, ഡോണ്ട് മേക്ക് ഇറ്റ് ഡേർട്ടി.
ഭൂമി നമ്മുടെ വീടാണ്, അതിനെ വൃത്തിഹീനമാക്കരുത്. ആക്ടിവിറ്റി 3, ലെറ്റ്സ് ഫിൽ ദ ഗ്രാനറി. As part of the Onasadya, the school arranged a program titled Granary Filling. With the help of parents and students, the box below shows the collected items. നമ്മുടെ ഓണപരിപാടിയുടെ ഭാഗമായിട്ട് ഓണസദ്യ ഒരുക്കുന്നതിനായിട്ട് ഗ്രാനറി ഫില്ലിംഗ് എന്നുള്ള പേരിൽ സ്കൂൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. അപ്പോൾ അതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ, കുട്ടികളും ടീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എ, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ടേബിൾ വിത്ത് സ്യൂട്ടബിൾ ഐറ്റംസ്. താഴെ നമുക്ക് 5 കോളങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഓരോ കാറ്റഗറി ഓഫ് ഫുഡ്സ് ആണ് തന്നിട്ടുള്ളത്. അതായത് ആദ്യത്തെ കാറ്റഗറി സെറീൽസ്, സെക്കൻഡ് വെജിറ്റബിൾസ്, തേർഡ് പൾസസ്, ഫോർത്ത് ട്യൂബേഴ്സ്, ഫിഫ്ത്ത് ലീഫി വെജിറ്റബിൾസ്. ഇത് നിങ്ങൾ ഈ പിക്ചറിലുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണല്ലോ? സോ നമുക്ക് നോക്കാം. ആദ്യത്തേത് സെറീൽസ് ആണ്. സെറീൽസ് എന്ന് വെച്ചാൽ ധാന്യങ്ങളാണ്. അതായത് ഇതിവിടെ കൊടുത്തിട്ടുള്ള സെറീൽസ് വീറ്റും അതുപോലെ റൈസും ഉണ്ട്, ഗോതമ്പുണ്ട്, അരിയുണ്ട്. സെക്കൻഡ് വെജിറ്റബിൾസ്, പച്ചക്കറികൾ, ലേഡീസ് ഫിംഗർ ഉണ്ട്, അതുപോലെ ബ്രിഞ്ചാളുണ്ട്, വഴുതനയുണ്ട്. പിന്നെ പൾസസ്, പയറുവർഗ്ഗങ്ങൾ, ബംഗാൾ ഗ്രാം ഉണ്ട് ഇവിടെ, അതുപോലെ റെഡ് ഗ്രാം ഉണ്ട്, വൻപയറുണ്ട് ഇല്ലേ. പിന്നെ ട്യൂബേഴ്സ്, കിഴങ്ങുകൾ. ഇവിടെ 2 കിഴങ്ങുകൾ തന്നിട്ടുണ്ട്, ടാപ്പിയോക്ക ആൻഡ് കൊളോക്കേഷ്യ, കപ്പയും ചേമ്പും. പിന്നെ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ ഏതൊക്കെയുണ്ട്? മുരിങ്ങ ലീവ്സ് ഉണ്ട്, അതുപോലെ ഇതാ അവിടെ ചീരയുണ്ട്, സ്പിനാച്ച് ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ, ലൈഫ് സൈക്കിൾ. Appu is busy with pasting pictures showing different stages in the life cycle of a butterfly. ഒരു ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ വ്യത്യസ്ത സ്റ്റേജസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ സ്റ്റേജസ് പേസ്റ്റ് ചെയ്യുന്ന ഒട്ടിക്കുന്ന തിരക്കിലായിരുന്നു അപ്പു. സഡൻലി അപ്പൂസ് ക്യാറ്റ് കെയിം. പെട്ടെന്ന് അപ്പുവിൻ്റെ പൂച്ച അവിടേക്ക് വന്നു. ദ cat's tail hit at all the pictures and all of them fell down. പൂച്ചയുടെ വാല് തട്ടിയിട്ട് എന്ത് ചെയ്തു? ആ ചിത്രങ്ങളെല്ലാം താഴെ പോയി. അപ്പോൾ ആ ചിത്രം നമുക്കവിടെ തന്നിട്ടുണ്ട്. കണ്ടോ, അവിടെ ടേബിളിൽ പൂച്ചയിരിക്കുന്നത്, ആ ചിത്രങ്ങളൊക്കെ താഴെ വീഴുന്ന ചിത്രം നമുക്കവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ, ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ ബട്ടർഫ്ലൈ. ആ ചിത്രങ്ങൾ നോക്കിയിട്ട് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിളിൽ ആദ്യം വരുന്നത് എന്താണ് മക്കളെ? എഗ്ഗാണ്, മുട്ടയാണ്. സോ എഗ്ഗ്. പിന്നെ എഗ്ഗ് എന്താവുന്നു? വേം ആവുന്നു, പുഴുവാവുന്നു. പിന്നെ വേം പ്യൂപ്പയാവുന്നു, പുഴു പ്യൂപ്പയാവുന്നു. ഫോർത്ത് സ്റ്റേജ് പ്യൂപ്പ ബട്ടർഫ്ലൈ ആവുന്നു. ഇതിലെ ക്വസ്റ്റ്യൻ ബി, ദ നമ്പർ ഓഫ് ഡാൻസിങ് ആൻഡ് ഫ്ലട്ടറിങ് ബട്ടർഫ്ലൈസ് ആർ ഡിക്രീസിങ് ഡേ ബൈ ഡേ. നമ്മുടെ ചുറ്റുമുള്ള ബട്ടർഫ്ലൈസിൻ്റെ എണ്ണം ദിനം പ്രതി കുറഞ്ഞു വരികയാണല്ലേ. ഫൈൻഡ് ഔട്ട് ദ റീസൺസ് ആൻഡ് റൈറ്റ് എ നോട്ട് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ബട്ടർഫ്ലൈസ്. അതിനുള്ള കാര്യകാരണങ്ങൾ നോക്കിയിട്ട് ബട്ടർഫ്ലൈസിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Due to the use of pesticides and excessive chemical fertilizers, the number of butterflies around us is decreasing. അമിതമായ രാസവള പ്രയോഗങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗങ്ങളും മൂലം നമ്മുടെ ചുറ്റുപാടുമുള്ള ബട്ടർഫ്ലൈസിൻ്റെ എണ്ണം ക്രമാതീതമായി കുറയുന്നുണ്ട് അല്ലേ. ഇറ്റ് റെഡ്യൂസസ് ദ ബ്യൂട്ടി ഓഫ് അവർ നേച്ചർ. അത് നമ്മുടെ പ്രകൃതി ഭംഗിയെ കുറയ്ക്കുന്നുണ്ട്. Moreover, the extinction of the species that depend on the butterfly also occurs. അത് മാത്രമല്ല, നമ്മുടെ ബട്ടർഫ്ലൈസിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവികളുടെ എക്സ്റ്റിൻഷനും സംഭവിക്കുന്നു. എക്സ്റ്റിൻഷൻ എന്ന് വെച്ചാൽ വംശനാശവും സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ, എയർ ഇൻസൈഡ് ദ സോയിൽ. മണിക്കുട്ടി ഈസ് ഡൂയിങ് എൻ എക്സ്പെരിമെൻറ്റ് ടു ചെക്ക് വെദർ എയർ ഈസ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ. മണിക്കുട്ടി ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. എന്താണ് എക്സ്പെരിമെൻറ്റ്? നമ്മളുടെ സോയിലിൽ എയർ ഉണ്ടോ, മണ്ണിൽ വായു ഉണ്ടോ എന്നുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നത്. പ്രിപ്പയർ ദ എക്സ്പെരിമെൻ്റൽ നോട്ട് ഫോളോയിങ് ദ ഗിവൺ സ്റ്റെപ്സ്. നമുക്ക് താഴെ എക്സ്പെരിമെൻറ്റിനുള്ള സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. ആ സ്റ്റെപ്സ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് എക്സ്പെരിമെൻ്റൽ നോട്ട് തയ്യാറാക്കണം. ക്വസ്റ്റ്യൻ അതിൽ എന്താണ്? മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദ എക്സ്പെരിമെൻറ്റ്. എക്സ്പെരിമെൻറ്റിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഗ്ലാസ്, വാട്ടർ ആൻഡ് ക്ലേ. എക്സ്പെരിമെൻറ്റ് മെത്തേഡ്: take some dried clumps of soil, take some water in a glass and put the soil clumps in it. What is happening? Write the findings. Okay. അപ്പം എന്താണ്? കുറച്ച് ഡ്രൈഡ് ക്ലംസ് എടുക്കുക, അതുപോലെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഡ്രൈഡ് ക്ലംസ് ഇടുക. ആ സമയത്ത് എന്താണ് കാണാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്സർവേഷൻ എന്താണ്?
വി ക്യാൻ സി ബബിൾസ് ഇൻ ദ ഗ്ലാസ്. ആ ഗ്ലാസ്സിൽ നിന്നും ബബിൾസ് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഫൈൻഡിങ്സ് എന്താണ്? എയർ എക്സിസ്റ്റ് ഇൻ ദ സോയിൽ. മണ്ണിൽ എന്തുണ്ട്? എയർ ഉണ്ട്. അപ്പോൾ മക്കളെ, ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന EVSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ആൻസേഴ്സൊക്കെ. ഏകദേശം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നല്ലതുപോലെ പഠിക്കുക. അതുപോലെ എക്സാമിൻ്റെ പോർഷൻസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ ഏതൊക്കെ പോർഷൻസ് ആണ് ഉള്ളതെന്ന്. ആ പോർഷൻസ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്